وبركاته. الحمد لله نحمده ونستعينه ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. صدق الله مولانا العلي العظيم. اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وأتباعه وسلم. അഭിയന്തരായ പണ്ഡിത ശ്രേഷ്ഠരെ, സ്നേഹധന്യരായ പണ്ഡിത വിദ്യാർത്ഥികൾ, സഹോദരന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധമായ സദസ്സിൽ നാം ഒരുമിച്ച പോലെ നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതീവ ശ്രേഷ്ഠവും പ്രൗഢധന്യവുമായൊരു സദസ്സാണ് ഇവിടെ ഇന്ന് മഗ്രിബ് നമസ്കാരാനന്തരം അഭിയന്തനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പോയിട്ടുള്ളത്. വളരെ ദീർഘമായി പ്രസംഗിക്കാൻ ഞാൻ ആലോചിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, വളരെ സുദീർഘവും പ്രൗഢവും ഞാൻ എന്തൊക്കെയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഏതാണ്ട് സാമാന്യേന സമഗ്രമായി തന്നെ വന്ദ്യരായ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, ഞാനും അതീവ ദീർഘമായി പ്രസംഗിച്ചാൽ നിങ്ങളുടെ ഈ സദസ്സിനോട് കാണിക്കുന്ന ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു ശിക്ഷാ നടപടിയായി പോകുമോ എന്ന് ഞാൻ ഭയക്കുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യമുള്ളത്, നാളെ ബഹുമാന്യനായ തങ്ങൾ ഇവിടെ സൂചിപ്പിച്ച പോലെ സാരഥി സംഗമം കാസർഗോഡ് നടക്കുകയാണ്. അവിടേക്ക് എത്തേണ്ടത് യാത്ര വളരെയേറെ ഇനി ഈ സമയം മുതൽ തന്നെ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെ സുദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഏതൊരു മഹാനുഭാവനെ കുറിച്ചാണ് ആ മഹാനുഭാവന്റെ ആണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ആ മഹാരഥന്മാരുടെ ജീവിതത്തെ അനുധാവനം ചെയ്യാനും അവരുടെ മഹബത്ത് കൊണ്ട് നാളെ സ്വർഗത്തിൽ ഇടം കിട്ടാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. മഹാനായ അശ്ശൈഖ് സഈദ് സിറാജുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന ഒരു നൂറ്റാണ്ട് കാലം ജീവിച്ച ഒരു മഹാനുഭാവന്റെ ജീവിതത്തെയാണ് സംഭവ ബഹുലമായി ഒരു ശതാബ്ദം തികച്ച് തന്റെ ജീവിതത്തോട് വിട പറഞ്ഞ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മുരീദായി, എന്നാൽ മുസ്ലിം കേരളത്തിന്റെ നവോത്ഥാന സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് തന്റെ ജീവിതം കൊണ്ട് വലിയ ഇതിഹാസങ്ങൾ രചിച്ച ഒരു മഹാനുഭാവന്റെ അവിടുന്ന് രചിച്ചിട്ടുള്ള ഈ മഹാനുഭാവനെ കുറിച്ചുള്ള മൗലിദും കൂടി ചർച്ച ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ശൈഖുന ശംസുൽ ഉലമയും മറ്റൊന്ന് ശൈഖുന സഈദ് സിറാജുദ്ദീൻ അൽ ഖാദിരി തങ്ങളുമാകുമ്പോൾ ഖദ്ദസല്ലാഹു അസ്റാറഹും, ഈ മഹാരഥന്മാരുടെ ജീവിതം, അവർ തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധവും ആത്മീക ബന്ധവും നമ്മെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാനാവാത്ത വിധം, നമുക്ക് യാതൊരു പരിചയവുമില്ലാത്ത വിധം അത്രമേൽ ആഴമുള്ളതാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്.
മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഇവിടെ ഈ വിശുദ്ധമായ മൗലിദിൽ രചിച്ചതുപോലെ ബഹ്റുല്ലാ സാഹില ലഹു, കര കാണാത്തൊരു കടൽ പോലെ വിശാലമായി നിൽക്കുന്നതാണ് ഈ രണ്ട് മഹാരഥന്മാരുടെയും ആത്മീക പ്രപഞ്ചം എന്ന് നമുക്ക് കാണാനാവും. ഒരാൾ 100 കൊല്ലം കൊണ്ട് ജീവിച്ചു തീർത്തിട്ടുള്ള ആധ്യാത്മിക ജീവിതത്തിന്റെ വലിപ്പവും, മറ്റൊരാൾ ഏതാണ്ട് പതിറ്റാണ്ടുകൾ, ഏതാണ്ട് 80 കൊല്ലം തന്റെ ജീവിതത്തിന്റെ ജ്ഞാന ഇതിഹാസമായി ജീവിക്കുകയും ചെയ്യുമ്പോൾ ആ രണ്ടുപേരും തമ്മിലുള്ള ആത്മീകമായ ബന്ധത്തിന്റെ ഇഴയെടുപ്പങ്ങളാണ് മഹാനായ ശൈഖുന ശംസുൽ ഉലമ തന്റെ മൗലിദിലൂടെ രചിച്ചിട്ടുള്ളത്. മഹാനായ സിറാജുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ അവിടുത്തെ ജീവിതത്തെ നേരിട്ട് കാണാനും നേരിട്ട് അനുഭവിക്കാനും കഴിഞ്ഞ ഒരു മഹാനും കൂടിയാണ് മഹാനായ ശൈഖുന ശംസുൽ ഉലമ. അവിടുന്ന് പറയുമ്പോഴാണ് രണ്ടുപേരും തമ്മിലുള്ള ബന്ധവും അതോടൊപ്പം രണ്ടുപേരും ആരായിരുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാനാവുക. ഒരാൾ പറയുന്നു, അങ്ങയുടെ കൂടെ ഇന്ന ആളുകൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന ആളുകൾ അങ്ങയോടൊപ്പമുണ്ട് എന്ന് പറയുന്നയാളും എത്രയേറെ വലുതായിരിക്കും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാനാവും. ഇത് ഔലിയാക്കളുടെ പ്രത്യേകതയാണ്. അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ഔലിയാക്കൾ ശരിക്കു പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന ചില പ്രത്യേക വിഭാഗം ആളുകളുണ്ട്. ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇംറാൻ അലൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു അല്ലാഹു തെരഞ്ഞെടുത്തു. ഇസ്തഫാ, അല്ലാഹു തെരഞ്ഞെടുത്തു സയ്യിദുന ആദം അലൈഹിസ്സലാമിനെ. ഇസ്തഫാ ആദമ, സയ്യിദുന ആദം അലൈഹിസ്സലാമിനെ. വനൂഹൻ, സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാമിനെ. പിന്നെയോ വആല ഇംറാൻ, ഇമ്രാൻ കുടുംബത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തെരഞ്ഞെടുത്തു. വആല ഇംറാൻ വആല ഇബ്രാഹീം, സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബം. ഇബ്രാഹിം നബിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം കുടുംബത്തിലാണ് മഹാരഥന്മാരായ ഇസ്രായേൽ എന്ന് ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ആ വലിയ വംശത്തിലെ മഹാരഥന്മാരായ പ്രവാചകന്മാർ വന്നത്. ആ പ്രവാചകന്മാരെല്ലാം ഉദ്ദേശിക്കുന്ന വിധത്തിലാണ് പടച്ച തമ്പുരാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തെ പറഞ്ഞത്. ഇമ്രാൻ എന്നവരുടെ കുടുംബം തഫ്സീറുകളിൽ കാണുന്നത് പോലെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വരുന്നതാണ്. ഇബ്രാഹിം കുടുംബം അഷ്റഫുൽ ഖൽഖിലേക്ക് തന്നെയും നിലനിൽക്കുന്നതാണ്. അപ്പൊ ലോകത്തെ ഏതാണ്ട് എല്ലാ പ്രവാചകന്മാരെയും കുറിച്ച് പറയുന്നിടത്താണ് അള്ളാഹു പറഞ്ഞത് ഇവരെല്ലാം അള്ളാഹു തെരഞ്ഞെടുത്തവരാണ്, ഇസ്തിഫാ ചെയ്തവരാണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പ്? എല്ലാ കറയും നീക്കി എല്ലാ അർത്ഥത്തിലും അവരെ വിശുദ്ധമാക്കി സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന വിധത്തിലേക്ക് പടച്ചതമ്പുരാൻ അവരെ മാറ്റിയെന്നർത്ഥം. അതുപോലെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞവരാണ് അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഔലിയാക്കൾ. ഔലിയാക്കളിൽ മഹദിയാകുന്ന സയ്യിദത്തുന മറിയം റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവ് കൊണ്ട്, അതായത് അവിടത്തെ കൊണ്ട് പറയിപ്പിക്കുന്നത് കാണാം. ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. അല്ലാഹു മറിയം നിന്നെ തെരഞ്ഞെടുത്തു. കണ്ടോ, ഇസ്തഫാക്കി നിന്നെ തെരഞ്ഞെടുത്തു, വതഹറകി നിന്നെ ശുദ്ധീകരിച്ചു, നിന്നെ ഈ ഭൂമിയിലെ സകല പെണ്ണുങ്ങളെക്കാളും ശ്രേഷ്ഠവതിയാകും വിധം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് പറയുകയാണ്. ഇത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ്. ഈ രീതിയിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദീനി ഉലൂമുകളെ പഠിക്കുകയും അത് അതിന്റെ ഉള്ളടക്കത്തിൽ മനസ്സിലാക്കുകയും ചെയ്ത മഹാന്മാർ. ഞാനിവിടെ ബഹുമാന്യനായ തങ്ങൾ ഇവിടെ പറഞ്ഞുപോയ ഒരു കാര്യം ഓർക്കുകയാണ്. അക്ഷരങ്ങൾ വായിച്ചു പഠിച്ചവനല്ല. അക്ഷരങ്ങൾ വായിച്ചു പഠിക്കാൻ കേവലം അക്ഷരങ്ങൾ പറയാൻ സാധ്യമാകുന്നു എന്നത് അറിവല്ല. അക്ഷരങ്ങളുടെ ഉള്ളടക്കത്തിൽ നിന്ന് അതിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലാനും ആ മഹാ ആത്മീക ജീവിതത്തിന്റെ അതിന്റെ മധുരം നുണയാനും സാധ്യമാകുന്ന പണ്ഡിതന്മാരാണ്. അവരെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ അടിമകളിൽ നിന്ന് നാം പ്രത്യേകം ഒരു വിഭാഗം ആളുകളെ തെരഞ്ഞെടുത്തിരുന്നു. അവർക്ക് നാം നമ്മുടെ അടിമകളിൽ നിന്ന് ആ വിഭാഗം ആളുകൾക്ക് നാം, അള്ളാഹു പറയുന്നു, അവന്റെ വേദഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആനിനെ, അവന്റെ വേദഗ്രന്ഥത്തെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകൾക്ക് കൊടുത്തതാണ്. ആ തെരഞ്ഞെടുത്തവരാണ് നല്ല ഉലമാക്കൽ. അവരിൽ 2-3 വിഭാഗം ആളുകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. ഫമിൻഹും ളാലിമുൻ ലിനഫ്സി വമിൻഹും മുഖ്തസിദുൻ വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്.
അവരിൽ ചിലർ അത്യാവശ്യം കൈകാര്യം ചെയ്തു ജീവിച്ചു പോകുന്നവരുണ്ട്. സാമാന്യന ഒരു നേരം ഒരു തരം പിന്നെ മധ്യമായ ഒരവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട്. വസാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, വല്ലാതെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ജീവിതത്തിൽ ആത്മീകമായ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് പോയ ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ വലിപ്പത്തിന്റെ പ്രത്യേകത കാണേണ്ടത് അവർക്ക് ഈ പ്രപഞ്ചത്തിന്റെ അകലം പോലും ചെറുതായി തോന്നുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ഈ കറാമത്തുകൾ പറയുമ്പോൾ, മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തുകൾ പറയുമ്പോൾ ചില ആളുകൾ അത്ഭുതം കൂറുമ്പോൾ ആലോചിക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്തുകളെ കുറിച്ച് എത്ര പറഞ്ഞു? അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്തുകൾ ഇതുപോലൊരു സദസ്സിലാണ് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബിയുടെ സദസ്സിനെ കുറിച്ച് അള്ളാഹു തന്നെ പറയുന്നു, വലിയ സദസ്സാൻ, വലിയ മഹാരഥന്മാരായ ആളുകൾ ഇരിക്കുന്ന സദസ്സാൻ. സുലൈമാൻ നബിയുടെ അഭിസംബോധനയും അങ്ങനെയാണ്. ഖാല യാ അയ്യുഹൽ മല അയ്യുക്കും യഅതീനി ബിഅർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ. യാ അയ്യുഹൽ മല, ഏ സദസ്സിലെ പ്രമാണിമാരെ, നിറഞ്ഞിരിക്കുന്ന ആളുകൾ എന്നർത്ഥത്തിലാണ് മല ഉപയോഗിക്കാറ്. എന്താ ഈ നിറവ്? നമ്മൾ സാധാരണ പറയാറില്ലേ, നമ്മുടെ സദസ്സിന്റെ നിറസാന്നിധ്യമായ മഹാനവറുകൾ. എന്താണ് അതിന്റെ അർത്ഥം? എല്ലാവരും ആ മഹാനെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ സാന്നിധ്യം മതി അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധിക്കുന്ന വിധം നിറഞ്ഞു നിൽക്കുകയാണ് ആ സാന്നിധ്യം. മഹാനായ തങ്ങൾ ഇവിടെ ഇരുന്നു, ഒരു നിറസാന്നിധ്യമായിരുന്നു. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ ഓർക്കുന്നു, വന്ദ്യരായ തങ്ങളൊരു സദസ്സിലിരുന്നാൽ പിന്നെ മറ്റാരും അവിടെ ഇരിക്കുന്നു എന്ന് തോന്നില്ല. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന നിറസാന്നിധ്യം. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ, മഹാനവറുകൾ ഇരുന്നാൽ പിന്നെ ആരും അവിടെ വേണ്ട. ശൈഖുനയുടെ ആ വലിപ്പം, ആ തേജസ്വിയായ ഭാവം, അതൊരു നിറസാന്നിധ്യമാണ്. യാ അയ്യുഹൽ മല, ഏ സദസ്സിലെ നിറസാന്നിധ്യങ്ങളെ, അയ്യുക്കും യഅതീനി ബിഅർശിഹാ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ. ആർക്ക് കൊണ്ടുവരാനാകും? ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം. ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ ആർക്കാ സാധ്യമാവാ? അയ്യുക്കും യഅതീനി ബിഅർശിഹാ, അവരുടെ സിംഹാസനം ആര് കൊണ്ടുവരും എനിക്ക്? ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ, അവരിവിടെ മുസ്ലിങ്ങളായി വരും. അതുകൂടി അറിയണം. അവരിവിടെ മുസ്ലിങ്ങളായി എത്തുന്നതിന് മുമ്പ് അവരുടെ സിംഹാസനം കൊണ്ടുവരാൻ പ്രാപ്തനായതാരാണ്? രണ്ടു കാര്യമാണത്. ഒന്ന്, ഈ സദസ്സിൽ അതിന് പ്രാപ്തനായ ഒരാളുണ്ട്. രണ്ട്, ഞാൻ പറയുന്നു അവർ മുസ്ലിങ്ങളായാണ് ഇവിടെ എത്തുന്നത്. മുസ്ലിങ്ങളായി അവരെത്തുമ്പോഴേക്കും അവരുടെ സിംഹാസനം കൊണ്ടുവരാൻ പ്രാപ്തനായ ആൾ എഴുന്നേറ്റ് നിൽക്കണം. നോക്കണം, അവിടെ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സദസ്സ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യം വന്നു. ഖാല ഇഫ്രീത്തും മിനൽ ജിൻ, ജിന്നുകളിൽ നിന്ന് ഇഫ്രീത്ത് എഴുന്നേറ്റു. അന ആതീക ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാനത് കൊണ്ടുവരാം. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, ഈ സദസ്സ് പിരിയാൻ വേണമെങ്കിൽ 6 മണിക്കോ 7 മണിക്കോ തുടങ്ങിയ സദസ്സിന് 12 മണിക്കാണ് പിരിയുന്നതെങ്കിൽ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് അതിന്റെ അധ്യക്ഷൻ അപ്പോഴാണെങ്കിൽ ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, അത്ര സമയല്ലേ? ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, അങ്ങയുടെ ഈ സിംഹാസനത്തിൽ നിന്ന് അങ്ങ് എഴുന്നേൽക്കുന്ന സമയത്തിന് മുമ്പ് കൊണ്ടുവരാം. വ ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ഞാനതിന് പ്രാപ്തനാണ്, ഞാനതിന് ശക്തനുമാണ്, ഞാനതിൽ വിശ്വസ്തനാണ്. ഖവിയാണ്, അമീനാണ്, വിശ്വസ്തനാണ്. അത് പറയുമ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നാ പോയി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അവിടെ എഴുന്നേറ്റ ആൾ ഇതാണ്. ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബി, ജ്ഞാനിയായ ആത്മജ്ഞാനിയായ ഒരു മഹാനുഭാവൻ എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തുർഫുക്, അങ്ങയുടെ കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. ഇവിടെയാണ് നമ്മൾ ഔലിയാക്കളെ മനസ്സിലാക്കേണ്ടത്. കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാൻ കഴിയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഉള്ളത് പലസ്തീനിൽ നിന്ന് ഏതാണ്ട് 2000-ഓളം കിലോമീറ്റർ അകലെയുള്ള യമനിലാണ്. യമനിലാണ് ബൽഖീസിന്റെ കൊട്ടാരം. ആ കൊട്ടാരത്തിൽ നിന്ന് അവിടെ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള അവരുടെ സിംഹാസനം ഇവിടെ, അതായത് പലസ്തീനിലെ രാജസദസ്സിലേക്ക്, സുലൈമാൻ നബിയുടെ സദസ്സിലേക്ക് വരണം. ആ ചോദ്യമാണ് സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ്
അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. കണ്ണു ചിമ്മി ഒന്ന് തുറക്കൂ, അതിനു മുമ്പ് ഞാൻ കൊണ്ടുവരാം എന്നാണ്. ഇമയടക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങയുടെ മുമ്പിൽ അത് കൊണ്ടുവരാം എന്ന് പറയുന്നയാളാണ് മഹാനായ ആസഫ് എന്ന ആൾ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിനുണ്ടായിരുന്നത് ആത്മജ്ഞാനമാണ്. ആ ആത്മജ്ഞാനത്തിന്റെ വലിപ്പത്തിൽ നിന്നാണ് മഹാനായ വലിയ പറയുന്നത്, ഞാൻ അങ്ങയുടെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാൻ യോഗ്യനാണ്. അനാത്തി പടച്ചോൻ കൊണ്ടുവരും, ഞാൻ ദ്വാരക്കാന്നല്ല. ചിലർ അങ്ങനെയൊക്കെ പറയും. അയാൾ ആരാണ് അങ്ങനെ പറയാൻ? അതൊരു ചോദ്യമല്ലേ? ആസഫിന് അത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? കാരണം അത് മനുഷ്യസാധ്യമല്ലല്ലോ. ചോദിക്കാൻ പാടില്ലേ? മനുഷ്യസാധ്യമല്ലല്ലോ. മനുഷ്യന് സാധ്യമാകുന്നത് എന്താണ്? എന്റെ കൈ നീട്ടിയാൽ എന്റെ കൈയുടെ നീട്ടത്തിന്റെ പരിധിയുടെ ഉള്ളിൽ എനിക്ക് എടുക്കാനാകാവുന്ന എന്റെ ഈ സാമാന്യമായ ശരീരത്തിന്റെ കഴിവിന്റെ പരിധിയിൽ നിന്ന് എനിക്ക് എടുക്കാവുന്നതിനെ കുറിച്ചല്ലേ ഞാൻ കൊണ്ടുവരാം, ഞാൻ എടുക്കാം എന്നൊരാൾക്ക് പറയാനാകും? അങ്ങനെയല്ലേ പറയേണ്ടത്? ചിലർ ചോദിക്കാറില്ലേ പടച്ചവന് സാധ്യമാകുന്നത് എന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം മനുഷ്യന് സാധ്യമാകുന്നത് എല്ലാം പടച്ചവൻ കൊടുക്കുന്നതാണ്. മനുഷ്യന് സാധ്യമായ ഈ കൈ ഇങ്ങനെ നീട്ടുന്നത് ഇതേ സമയത്ത് അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ്. അവന്റെ ഇറാദത്താണ്, അവന്റെ ഖുദ്റത്ത് ബന്ധപ്പെട്ടതാണ്. ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഈ സമയത്തും ഈ കൈ ഇങ്ങനെ നീട്ടാനോ ഈ കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാനോ കഴിയില്ല. എല്ലാം അതാണ്. ഒരു വലിയന്റെ കറാമത്തും അതാണ്. ഒരു വലിയ കറാമത്ത് നടത്തി എന്ന് പറയുമ്പോഴേക്കും എന്തിനാണ് ഇത്ര ബേജാറ്? അതുകൊണ്ട് തൗഹീദ് പൊളിയുന്നില്ല, മറിച്ച് അതുകൊണ്ട് തൗഹീദ് സ്ഥിരപ്പെടുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യത്താൽ അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ഔലിയാക്കൾക്ക് സാധ്യമാകുന്നതാണ്. അവർക്ക് പ്രപഞ്ചത്തെ ജയിക്കാനാവും. എന്തുകൊണ്ടാണ്? അവർ ആ പ്രപഞ്ചത്തിന്റെയും ഉടമസ്ഥനാകുന്ന പടച്ച തമ്പുരാന്റെ ആ യജമാനന്റെ മാത്രം അടിമകളാണ്. അതാണ് അവരുടെ പ്രത്യേകത. അതാണ് അള്ളാഹുവിന്റെ അടിമകളാകുന്ന ഇവരുടെ പ്രത്യേകത. അവർ അള്ളാഹുവിന്റെ മാത്രം അടിമകളാണ്. അപ്പോഴോ അവർക്ക് അള്ളാഹു ആ അർത്ഥത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പറയപ്പെടുന്നതെല്ലാം കൊടുക്കുന്നു. അതുകൊണ്ടോ ഞാൻ അങ്ങയുടെ കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് തന്നെയും ഞാനത് കൊണ്ടുവരും എന്ന് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആസഫ് പറയുമ്പോ നിർത്തടാ ഈ വർത്തമാനം എന്ന് സുലൈമാൻ നബി പറഞ്ഞിട്ടില്ല. മറിച്ചെന്താ കണ്ടത്? അവിടെ കണ്ടു സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ആ സിംഹാസനം കണ്ടു. അപ്പൊ പറഞ്ഞു ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യം. ഇത് എന്നും ഹാദാ എന്ന് പറഞ്ഞാൽ ഇയാള് എന്നും പറഞ്ഞാൽ ആ മനുഷ്യൻ എന്റെ സദസ്സിന്റെ വല്ലാത്തൊരു ശ്രേഷ്ഠ ഔദാര്യമാണ്. ഉണ്ടോ? ആ മഹാനുഭാവൻ എന്റെ സദസ്സിലുണ്ടെന്നത് പോലും അള്ളാഹു നൽകിയ വലിയ ഔദാര്യാണ്. കാരണം ഇങ്ങനെ ഒന്ന് പറയുമ്പോഴേക്കും ഇവിടെ എത്താൻ സാധ്യമാകുന്ന ഒരു സിംഹാസനം, ഇവിടെ എത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ മഹാൻ, അവിടെ ആ മഹാന്റെ കയ്യോ കാലോ ആ മഹാന്റെ ശരീരമോ അല്ല അവിടെ ഈ കാര്യം ചെയ്യിപ്പിക്കുന്നത് എന്നത് വന്നാൽ അത് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഒരൊറ്റ കാര്യം ഇവിടെ സ്ഥിരീകരിക്കപ്പെടുകയാണ്: അവർ ജനിച്ചാലും ജീവിച്ചാലും മരിച്ചാലും ഇത് തുല്യമാണ്. എന്തുകൊണ്ട്? ജനിച്ചിരുന്നൊരു വലിയ ജീവിച്ചിരുന്നൊരു വലിയ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നിടത്ത് ഈ 2000 കിലോമീറ്ററുകൾക്ക് അകലെ നിന്ന് ഈ സിംഹാസനം കൊണ്ടു എന്ന് പറയുന്ന വാദത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഞാൻ പറയണ മനസ്സിലാവുണ്ടോ? എന്ത് പ്രസക്തിയാണുള്ളത്? എന്തുകൊണ്ടെന്നാൽ ഒരാൾ മനുഷ്യൻ എന്ന നിലയിൽ അയാളുടെ പരിധിയുടെയും ഉള്ളിൽ നിന്ന് 2000 കിലോമീറ്ററുകൾക്ക് അകലെ നിന്നൊരു സിംഹാസനം കൊണ്ടുവരില്ല. എങ്കിൽ പിന്നെ ആരാ അത് കൊണ്ടുവന്നത്? അദ്ദേഹത്തിന്റെ ആത്മീകമായ വലിപ്പത്താൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ചെയ്യുമ്പോ അതൊരു കറാമത്താണ്. എങ്കിൽ ആ കറാമത്ത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ഉണ്ടാകൂ എന്ന് പറയുന്നത് എത്രമേൽ വിഡ്ഢിത്തമാണ്. വഫാത്തായാലും ജീവിതം പോലെ തന്നെ ആ മഹാരഥന്മാരിൽ അതുണ്ടാകും. ഈ ഒരൊറ്റ ആയത്ത് കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാനാകുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഈ രീതിയിൽ അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ഔലിയാക്കൾക്ക് ഇത് സാധ്യമാകും എന്നാണ്. എന്തുകൊണ്ടാണ്? അള്ളാഹു ഒരു പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകളാണ്.
മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഇവിടെ പറയും പ്രകാരം മനുഷ്യന്റെ സ്വഭാവത്തിൽ ഈ പറയപ്പെടുന്ന പൈശാചികമായ എല്ലാ അർത്ഥത്തിലുള്ള കറയും കളയിപ്പിക്കപ്പെടുന്ന വിധം ശുദ്ധീകരിക്കപ്പെടുന്നതിൽ ഒന്നാമന്മാർ മഹാന്മാരായ അമ്പിയാക്കളാണ്, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ. ആ അമ്പിയാക്കൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും യാതൊരു തരത്തിലുള്ള തെറ്റോ ഒന്നും വരാത്ത വിധം അവർ മഅ്സൂമുകളാണ്, അവർ സുരക്ഷിതരാണ്, അതുപോലെ മഹ്ഫൂദുകളാണ്. ഈ ജീവിതത്തിൽ ഒരു കറയും വീഴാത്ത വിധം അള്ളാഹുവിലേക്ക് അടുത്ത മഹാരഥന്മാരായ ഔലിയാക്കൾ അതേ സ്വഭാവത്തിൽ അവരെ പിന്തുടർന്നു വന്ന, അതായത് അമ്പിയാക്കളുടെ സ്വഭാവത്തിന്റെയും രീതിയുടെയും സ്വഭാവം അവരിൽ അങ്ങനെ തന്നെ കാണുന്ന വിധം ഈ ഔലിയാക്കൾ എന്ന് പറയുന്നത് മഹാന്മാരായ അമ്പിയാക്കളുടെ പിന്തുടർച്ചാവകാശികളാണ്. യഥാർത്ഥത്തിൽ ഇവരാണ്, അതായത് അവരാണ് അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ. അവരവരുടെ ഇൽമ കൊണ്ട്, അവരുടെ ആത്മീക ജ്ഞാനം കൊണ്ടാണ്, അവരുടെ ആത്മജ്ഞാനം കൊണ്ട് ഈ സമൂഹത്തെ അവർ ഭരിക്കുന്നു, ഈ സമൂഹത്തിന്റെ നേതൃത്വം അവർ ഏറ്റെടുക്കുന്നു. അവരുടെ ഒരു തുടർച്ച നിലനിൽക്കുമ്പോ ആ തുടർച്ചയിൽ നിന്നാണ് ഇസ്ലാമിന്റെ പ്രചാരമുണ്ടായത്. അതുകൊണ്ടാണ് മഹാനായ ശൈഖുന ഇവിടെ പറയുന്നുണ്ട്, മഹാനായ സിറാജുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ കാന റളിയല്ലാഹു തആല അൻഹു കാന റളിയല്ലാഹു മിൻ സുലാലത്തിൻ മൻ അസ്സസ الدين وشيد أركان الإسلام في هذه الديار بالجهد البليغ والالتزام مولانا ومرشدنا الشيخ زين الدين الكبير المعبري رضي الله عنه وفاض علينا من فيوضاته وبركاته. അങ്ങനെ തുടങ്ങി മഹാന്മാരായ ഇന്നലകളിൽ നമ്മുടെ മുന്നേ നടന്നുപോയ ഒരുപാട് മഹാരഥന്മാർ, മഹാനായ പിന്നെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ, മഹാനായ മഹാരഥന്മാരായ ഈ ഔലിയാക്കൾ, വലിയ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, അവരുടെ ഒക്കെ പാന്താവിലാണ് മഹാനായ സിറാജുദ്ദീൻ തങ്ങളുള്ളത്. എന്താണ്? കേരളത്തിന്റെയും കൂടി ഇസ്ലാമിക പ്രചാരത്തിൽ ഈ മഹാരഥന്മാർക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവരുടെ മൻഹജ്, അവരുടെ ത്വരീഖത്ത്, അവരുടെ അത്തരത്തിലുള്ള ആധ്യാത്മിക രീതിയിലൂടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരം ഇവിടെ ഉണ്ടായത്, ലോകത്ത് എവിടെയും ഉണ്ടായത്. ഞാനൊരു കാര്യം ഇതിൽ സാന്ദർഭികമായി പറയാം. ഔലിയാക്കൾ അവരുടെ തസവൂഫ് കൊണ്ട് പ്രചരിപ്പിച്ചതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വെളിച്ചം എന്ന് പറയുന്നത്. യഥാർത്ഥ ഇസ്ലാം അതാണ്. ചില ആളുകൾ ഇപ്പോ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നിടത്ത് വലിയ അബദ്ധങ്ങൾ ഉണ്ടാക്കാൻ കാരണം അവർ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് കേവലം അക്ഷരങ്ങളിൽ മാത്രമാണ്. അവർക്ക് ഇത്തിബായില്ല, അവർക്ക് മഹബത്തില്ല. മഹബത്തും ഇത്തിബാവും ഇല്ലാത്ത ഇസ്ലാം അബദ്ധമാണ്. മഹബത്തും ഇത്തിബാവുമാണ് പ്രധാനം. കാരണം അതാണല്ലോ അസ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ മത്തസ്സാഅത്തു യാ റസൂലല്ലാഹ് എന്ന് ചോദിക്കുമ്പോ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ അദത്തലഹ, എന്തടോ അതിനെന്താ നീ തയ്യാറാക്കി വെച്ചത്? നീ എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കിയത്? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മനുഷ്യൻ പറഞ്ഞ വർത്തമാനം ഇതാണ്, നബിയെ ഞാനൊന്നും തയ്യാറാക്കിയിട്ടില്ല. മാ അദത്തുലഹ മിൻ കസ്റത്തി സ്വലാത്തിൻ വസദഖത്തിൻ വസിയാമിൻ, നബിയെ ഞാൻ നമസ്കരിച്ചുനോ, നോമ്പ് നോറ്റുനോ, സക്കാത്ത് കൊടുത്തുനോ, സ്വതക്ക ചെയ്തുനോ അവകാശവാദം ഉന്നയിക്കാൻ ഞാനില്ല. പക്ഷെ ഒറ്റ കാര്യം, ഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു, ഞാൻ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകരെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അന്ത മഅമൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേൾക്കുമ്പോ മഹാനായ പ്രവാചകന്റെ അടുക്കലിരുന്ന മറ്റൊരാൾ ഇങ്ങനെ പറയുന്നത് കാണാം, എന്റെ ജീവിതത്തിൽ ഞാൻ മുസ്ലിമായതിനു ശേഷം ഇതിനേക്കാളേറെ ഇഷ്ടം തോന്നിയ മറ്റൊരു കാര്യം ഞാൻ കേട്ടിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലെത്തി പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ച് ഇതുവരെയുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചയാളാണ്. പക്ഷേ പുണ്യ നബിയിൽ നിന്ന് ഇതുപോലെ ഇത്രമേൽ എന്നെ ഇഷ്ടപ്പെടുത്തിയ മറ്റൊരു വചനം കേട്ടിട്ടില്ല. മാ ഫറഹ്തു ഫറഹൻ അശദ്ദ മിൻ ഖൗലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻത മഅ മൻ അഹ്ബബ്ത. ഇതുപോലെ എനിക്കൊരു ഇഷ്ടം തോന്നിയ ഒരു വാക്കില്ല. എന്താ കാരണം? അൻത മഅ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഉണ്ടാകും എന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ആ മഹാനായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകരെ ഇഷ്ടപ്പെടുന്നു. ഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂല വ അബൂബക്കറിൻ വ ഉമറ വ ഇല്ലം അഅമൽ ബിഅമാലിഹിം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം.
ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നു, നിർത്തിയില്ല. അബൂബക്കറിൻ വ ഉമറ, ഞാൻ സയ്യിദുനാ ഫാറൂഖിനെയും സയ്യിദുനാ സിദ്ദീഖിനെയും ഇഷ്ടപ്പെടുന്നു. അവരോടുള്ള മഹബ്ബത്ത് എനിക്കുണ്ട്. അവരൊന്നും ചെയ്യും പോലെ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും ആ മഹത്തുക്കളോടുള്ള ഒരു ബന്ധം എന്റെ ജീവിതത്തിലുണ്ട്, അത് മതി. ആരാ പറയുന്നത്? സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, അനസ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ അഷ്റഫുൽ ഖൽഖിന്റെ കൂടെ ജീവിച്ചയാൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ അവിടുത്തെ പിന്നെ ഇബാദത്തുകൾ കണ്ടയാൾ, അവിടുന്ന് ആ ഇബാദത്തുകൾ ചെയ്യുന്നതിന്റെ സാരാംശം മനസ്സിലാക്കിയ ഒരു സ്വഹാബി. ആ സ്വഹാബി പറയുന്നു, അവരൊന്നും ചെയ്യും പോലെ ചെയ്യാൻ മാത്രം എനിക്ക് കഴിയില്ല, പക്ഷെ അവർ എന്ന മഹത്വത്തെ ഞാൻ സ്നേഹിക്കുന്നു. അവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഓരോ വിശ്വാസിയും, അതായത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വേണ്ടത് മുൻഗാമികളോടുള്ള ബന്ധവും അവരോടുള്ള ഇഷ്ടവും അവരോടുള്ള മഹബത്തുമാണ് ഇസ്ലാം. അവരോടുള്ള ഇഷ്ടം, ആ മഹബത്താണ്. നമ്മൾ സിറാജുദ്ദീൻ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ കുറിച്ച് പറയുമ്പോൾ അവരോടുള്ള ഒരു മഹബത്ത് നമുക്കുണ്ട്, അവരോടുള്ള ഇത്തിബാവും നമുക്കുണ്ട്. മഹാന്മാരായ ഇത്തരം ഔലിയാക്കൾ, അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ആരിഫീങ്ങളായ ഉലമാക്കൾ, ആ ഉലമാക്കളുടെ ജീവിതത്തെ അതുപോലെ തുടരുകയും അവർ പറഞ്ഞു തന്ന ആശയത്തിന്റെ കൂടെ ജീവിക്കുകയും ചെയ്യലാണ്. അതാണ് മഹാനായ ശൈഖുന ഇവിടെ മഹാനായ സിറാജുദ്ദീൻ തങ്ങളെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലിൽ ആദ്യം പറഞ്ഞത്. ഈ മഹാന്റെ പ്രത്യേകത, അവർ ലോകത്ത് വന്ന ഔലിയാക്കളുടെ മുഴുവൻ കൂടെ നിൽക്കുന്ന മഹാനാണ്. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറൽ അസീസ് തുടങ്ങി മഹാനായ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ, മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറൽ അസീസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാർ, മഹാനായ പിന്നെ മഹാനായ ഇബ്രാഹിം ബാദ്ഷാ, അതുപോലെ തന്നെ ദാവൂദുൻ നാഹുരി, അങ്ങനെ തുടങ്ങിയ മഹാരഥന്മാരായ ഔലിയാക്കളൊക്കെയും പറഞ്ഞുകൊണ്ട് ഷെയ്ഖുന പറയുന്നു, അവരോടൊപ്പമുള്ള ആളാണ്, അവരോടൊപ്പമുള്ള ആളാണ്. അത് നേരിട്ടും ഉള്ള അവിടുത്തെ സംബോധനയിൽ തന്നെ പറയുന്നുണ്ട്, അങ്ങ് ഈ മഹാന്മാരായ ആളുകളോടൊപ്പം ജീവിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ആ മൻഹജിൽ നിന്ന് തെറ്റാതെ അവരോടൊപ്പം അവരുടെ കൂട്ടത്തിൽ തന്നെ മഹാനായ സിറാജുദ്ദീൻ തങ്ങളുണ്ട്. ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, മുൻഗാമികളായ പ്രവാചകന്മാരോടൊപ്പം നിൽക്കുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജിന്റെ യോഗം പോലെ ഔലിയാക്കൾക്ക് അങ്ങനെ ഒരു സദസ്സുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൽ നബി തിരുമേനി ചെയ്തത് സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ സയ്യിദുനാ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള എല്ലാവരുടെയും നേതാവും ഇമാമുമായി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് ഇമാമത്ത് നിന്നു. മഹാന്മാരായ പ്രവാചകന്മാർ അഷ്റഫുൽ ഖൽഖിനോടൊപ്പം നമസ്കരിച്ചു എന്ന് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇതൊരു ആത്മാവിന്റെ ഒരു കൂട്ടായ്മയാണ്. ആ ആത്മീക കൂട്ടായ്മയിൽ മഹാനായ സിറാജുദ്ദീൻ തങ്ങളെയും പെടുത്തിയിട്ട് മഹാനായ ശംസുൽ ഉലമ പറയുന്നു, അങ്ങ് ഈ പറയപ്പെടുന്ന എണ്ണപ്പെട്ട എല്ലാ മഹാരഥന്മാരുടെയും കൂടെ ജീവിച്ച ആളാണ്, അവരോടൊപ്പമുള്ള ആളാണ്. ആ പൊരുത്തം മഹാനായ ശൈഖുനാ ശംസുൽ ഉലമക്കും കൂട്ടുന്നു. ഇവിടെ ബഹുമാന്യനായ അബൂബക്കർ ദാരിമി ഉസ്താദ് ഉണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിക്കുകയും ചോദിക്കുകയും ചെയ്തൊരു കാര്യമാണ്, ഇവിടെ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ചെയ്തത്, ഇങ്ങനൊരു മൗലിദ് എഴുതാനുള്ള അനുവാദം മഹാനായ സിറാജുദ്ദീൻ തങ്ങൾ തരാൻ ഇവിടെ വന്ന് ആ അനുവാദം ചോദിച്ച് അത് കിട്ടിയെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത് എന്ന് മാത്രല്ല, മഹാനവറുകൾ അവിടെ മനോഹരമായി, ശരിക്കു പറഞ്ഞാൽ ഈ കവിതയൊക്കെ പറയാനും ഇത് സംബന്ധമായി വിശദീകരിക്കാനും ഞാൻ ആളല്ല. അതിന്റെ സാഹിതീയമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ അതിന്റെ ആധ്യാത്മികമായിട്ടുള്ള ആഴം വലുതാണ്. അവിടെ മഹാനായ സിറാജുദ്ദീൻ തങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് മഹാനവറുകൾ ഈ ആധ്യാത്മികമായ അവിടുത്തെ ജീവിതത്തിന്റെ വലിപ്പത്തെ കുറിച്ച് പറയുമ്പോ, മനുഷ്യന്റെ ആത്മാവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോ മഹാനവറുകൾ പറയുന്നിടത്ത് ആദ്യം അൽ മഖാവിഫിൽ മുഹ്ലിക എന്ന് പറഞ്ഞത് നശിപ്പിച്ചു കളയുന്ന തരത്തിലുള്ള ഭീകരമായിട്ടുള്ള ഒരുപാട് ഇരുട്ടുകളുടെ കടലാണ് മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ദുൽമാനിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകും, അത് ഇരുട്ടിന്റെ കടലായി മാറും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ.
അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്ന വലിപ്പങ്ങൾ മഹാരഥന്മാരായ ഈ ഔലിയാക്കളിലുള്ളതാണ്. അവരൊന്ന് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ ഖുർആൻ സിറാജും മുനീർ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, മഹാന്മാരായ ഔലിയാക്കൾ മഹത്തുക്കളെ അവരുടെ ഒരു നോട്ടം കിട്ടിയാൽ മതി, ഒരു നോട്ടം കിട്ടിയാ നന്നാവും. അവരൊന്ന് നോക്കിയാൽ, നല്ലോണം നോക്കിയാൽ. മഹാനായ അബൂ യസീദുൽ ബിസ്താമി തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ സദസ്സിൽ ഒരാൾ ഇരുന്നിട്ട് ആ മഹാന്റെ ആ ശരിയായ റഹ്മത്തിന്റെയും അവരുടെ തർബിയത്തിന്റെ ഒരു നോട്ടം ഒരാൾക്ക് കിട്ടിയാൽ അയാൾ അങ്ങ് നന്നായിക്കോളും. അതാണ് ഇവിടെ ബഹുമാനായ ഹുസൈൻ മുസ്ലിയാർ സൂചിപ്പിച്ചത്. എന്താണ് പേര്? എംബായിക്കാനെ ഒന്ന് നോക്കിയപ്പോ എന്തുണ്ടായി? അദ്ദേഹം ഒരു പരിഹാസ രൂപേണ മഹാനവറുകളെ കുറിച്ച് പറഞ്ഞു. ആ തളപ്പുമായി നടക്കാണ് എന്ന് പറഞ്ഞതിന് അതിനേക്കാൾ മനോഹരമായൊരു മറുപടി മാത്രല്ല, അതിനേക്കാൾ അപ്പുറം ആ ഉള്ളിലേക്കൊരു നോട്ടം നോക്കി. ആ നോട്ടം നോക്കിയപ്പോഴോ ആ നോട്ടത്തിന്റെ പ്രതിഫലനമുണ്ടായത് ആ മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. അദ്ദേഹത്തിന്റെ ജീവിതം മാറി. അദ്ദേഹം ആ അർത്ഥത്തിൽ മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹാനായി മാറി. അത് ഇവരുടെ ഒക്കെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ശൈഖുനാ ശംസുൽ പറയുന്നുണ്ട്, കാന അഹ്യാനൻ യുറബ്ബി മൻ യശഅ ബി നളറത്തി. ചിലപ്പോ കാന അഹ്യാനൻ, ചില സമയങ്ങളിൽ ഈ മഹാനായ സിറാജുദ്ദീൻ തങ്ങൾ യുറബ്ബി മൻ യശഅ ബി നളറത്തിന് ഒരു നോട്ടങ്ങ് ഉദ്ദേശിച്ച് നോക്കിയാൽ മതി. അപ്പോ അയാൾക്ക് തർബിയത്ത് കൊടുക്കും. അത് അഷ്റഫുൽ ഖൽഖിനും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധ ഖുർആൻ ഇന്ന സ്വലാത്തക സകനുൽ ലഹും, നബിയെ നിങ്ങളൊന്ന് ദ്വാരക്കൂ, അത് അവർക്ക് ശാന്തിയാണെന്ന് പറഞ്ഞു കൊടുത്ത് മഹാനായ ഇമാം റാസി തങ്ങൾ പറഞ്ഞു, ഇന്ന റൂഹ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാനത് റൂഹൻ ഖവിയത്തൻ മുശ്രിഖത്തൻ സാഫിയത്തൻ ബാഹിറ ഫഇദാ ദആ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈഹിം വദകറഹും ബിൽ ഖൈർ ഫാലത് ആഥാറു മിൻ ഖുവ്വത്തിർ റൂഹാനിയ മിൻ ഖുവ്വത്തിഹി റൂഹാനിയ. അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് ദ്വാരന്നാൽ അവിടത്തെ ഒരു കാരുണ്യം കിട്ടിയാൽ അങ്ങ് നന്നാവും. കാരണം ആ പരിശുദ്ധ റസൂലിന്റെ വിശുദ്ധമായ ആത്മീകമായ വലിപ്പത്തിൽ നിന്നുള്ള ഫാലത്ത് ആസാറുഹും, അതിന്റെ ആസാറുകൾ, അവിടത്തെ റൂഹാനിയായ ഖുവ്വത്തിൽ നിന്നുള്ള ആസാറുകൾ അവർക്കുണ്ടാകും. അലാ റുവാഹിഹിം, ഈ മഹാന്മാരായ ഇത്തരം ആളുകളുടെ ഒക്കെ ആസാറുകൾ അങ്ങനെ വരും. ഇത് അതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികൾക്ക് വേണ്ടി ഹബീബ് ഒന്ന് ദ്വാരന്നാൽ അവിടത്തെ ആ ഒരൊറ്റ ദുആയും കാരുണ്യവും ഈ ആളുകളുടെ അർവാഹുകളിലേക്ക് എത്തും. അങ്ങനെ സബബി അർവാഹുഹും, അവരുടെ റൂഹുകളൊക്കെയും അതുകൊണ്ട് മാത്രം ആ ഒരൊറ്റ കാരണത്താൽ തിളങ്ങി ശോഭിച്ചു നിൽക്കും എന്ന് ഇമാമുന റാസി റഹ്മത്തുള്ളാഹി. ഇതാണ് ഏത് മഹാനായ ആളും അങ്ങനെ ഒന്ന് നോക്കി കിട്ടിയാൽ അവരുടെ ഔദാര്യം, അവരുടെ തർബിയത്ത്, അതാണ്. അവർ വഫാത്തായാലും ആ തർബിയത്ത് ഉണ്ടാവും. ജനിച്ചിരിക്കുമ്പോഴും ജീവിക്കുക മരിക്കുക എന്നുള്ളത് ഈ മഹാന്മാരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയല്ല. നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അവരിപ്പോഴും ഉണ്ടാകും. ഇപ്പൊ ഇവിടെ പറയപ്പെട്ടല്ലോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് വല്ലാതെ ദാഹിച്ചു നിൽക്കാൻ, അവിടത്തെ പിന്നെ രക്തസാക്ഷിത്വത്തിന്റെ തൊട്ടുമുമ്പാണ്. ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ടല്ലോ. പക്ഷെ എനിക്ക് ദാഹിക്കുന്നുണ്ട്, പക്ഷെ അതിന് കാര്യം ഞാൻ ഇപ്പോഴും നോമ്പുകാരനാണ്. അതിനു മുമ്പ് ഹബീബ് എനിക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പാത്രം വെള്ളം കൊണ്ടുവന്ന് എന്നോട് പറഞ്ഞു, അള്ളാന്റെ റസൂൽ ഇശ്റബ്, നീ കുടിക്കടോ എന്ന് പറഞ്ഞു. ഫശരിബ്തു, ഞാൻ കുടിച്ചു. ഹത്താ റവീതു, എനിക്ക് ദാഹം മാറാൻ കഴിയുമാറ് ഞാൻ കുടിച്ചു എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നു. റസൂലുള്ളാഹി വന്നു, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോ? അവിടുത്തെ ഖിലാഫത്തിന്റെ കാലത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അഷ്റഫുൽ ഖൽഖ് വഫാത്തായി. രണ്ട് മഹാന്മാരായ ഖലീഫമാർക്ക് ശേഷം മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ രക്തസാക്ഷിത്വത്തിന്റെ മുമ്പുള്ള സംഭവം അവിടെ നിന്ന് വിശദീകരിക്കുമ്പോൾ ഭാര്യയോട് പറഞ്ഞത്, മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ അൽ ബിദായയിൽ ഈ വിഷയം രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു പാത്രം, ഒരു പിന്നെ ദൽവ് അഥവാ ഒരു കപ്പ് വെള്ളം കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ റസൂൽ, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിപ്പിച്ചു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കുടിച്ചു.
ഇത് ഒരുപാട് ഔലിയാക്കളിൽ നമ്മൾ കാണുന്നതാണ്. അവരുടെയൊക്കെ സ്വപ്നത്തിലുള്ളതായ നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നേർക്കുനേരെ വന്നും അത്തരം നിർദ്ദേശങ്ങൾ തരാം. ഇവിടെ ബഹുമാനായ ഹുസൈൻ മുസ്ലിയാരും സൂചിപ്പിച്ചത് അതാണ്. അഷ്റഫുൽ ഖൽഖ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അടുക്കൽ പോയി എന്ന് പറയുന്നത് പോലെ ഇപ്പറയപ്പെടുന്ന ഇമ്പായിയാക്കയുടെ മുമ്പിൽ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു വന്നു എന്നതുകൊണ്ടുണ്ടായ വലിയ മാറ്റം, ഒരു നോട്ടം പിന്നെ കണ്ടത്, പിന്നെ ആ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു നോട്ടം കൊണ്ടുണ്ടായ ഒരു വലിയ മാറ്റമാണ്. ഇതുപോലെ മഹാനായ സിറാജുദ്ദീൻ തങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായി. അദ്ദേഹം വല്ലാതെ സ്നേഹിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഇക്കാക്ക എന്ന് വിളിക്കായിരുന്നു എന്നാണ്. ഇക്കാക്ക എന്നാണ് അദ്ദേഹം വിളിക്കുക. ആളുകൾ നല്ലോണം സ്നേഹിക്കുമ്പോ പല പേരുകളിലും മഹാന്മാരായ ആളുകളോട് അടുക്കും. അഷ്റഫുൽ ഖൽഖിനോടുണ്ടായിരുന്ന ഇഷ്ടം സ്വഹാബത്തിനുണ്ടായിരുന്നപ്പോ ചില ആളുകൾക്ക് വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ചില ആളുകൾക്ക് വല്ലാത്ത ഭവ്യത ഉണ്ടായിരുന്നു. ഹബ്ബിന്റെ ഒരു പ്രത്യേകതയാണ്. ചിലര് വല്ലാതെ അടുത്തു നിന്ന് വർത്താനം പറയും, ചിലരോ വല്ലാതെ ഭയം അല്ലെങ്കിൽ ആദരിച്ചു മാറി നിൽക്കും. ഈ അറാബികൾ വരുമ്പോൾ ഉമർ അള്ളാൻ പറയാറുണ്ടല്ലോ, ഈ അറാബികൾ വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ അള്ളാൻ റസൂലിനോട് വല്ലാതെ അങ്ങ് ചോദിക്കും. അത് ചോദിക്കുമ്പോൾ ആദരവ് കൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനാവാത്ത ചില കാര്യങ്ങൾ അവർ ചോദിക്കുകയും ഞങ്ങൾക്ക് അതുകൂടി മനസ്സിലാക്കാൻ അത് കാരണമാവുകയും ചെയ്യും. ചില നാടൻ ആളുകൾ ചിലപ്പോ നമ്മുടെ നല്ല ബഹുമാന്യരായ ആളുകളോട് പെരുമാറുന്ന അതേ രീതിയിൽ കുറച്ചൊക്കെ ഒരു അല്പം ഇതുള്ള ആളുകൾക്ക് പെരുമാറാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഞങ്ങളൊക്കെ തന്നെ വളരെ ആദരണീയരായ ആളുകളുടെ മുമ്പിലേക്ക് ചെല്ലാൻ കുറച്ചുകൂടി അങ്ങനെ അല്ലാത്ത ആളുകളെ പറഞ്ഞുവിടാറുണ്ട്. ചിലപ്പോൾ സാധാരണക്കാരനോട് പറയും, നിങ്ങളൊന്ന് ചെന്നിട്ട് പറയും. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരിട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു അദബ് ഒരു വലിയ വിഷയമാണ്. ആ സമയം അത്ര വലിയ അദബൊന്നും അങ്ങനെ കാണിക്കാൻ ഈ മഹാൻ തന്നെ പ്രതീക്ഷിക്കാത്ത ഒരാളെ അങ്ങോട്ട് പറഞ്ഞുവിട്ടാൽ കാര്യം നടക്കും. അപ്പൊ വേഗം അത് നടക്കും. ഉമർ പറഞ്ഞു അതന്നെയാണ്, അറാബി പോയ എല്ലാം ചോദിച്ചോളൂ, നമ്മൾ പോയി അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. അതന്നെയാണ് ഇവിടെ ഇക്കാക്ക എന്ന് വിളിച്ചു അങ്ങനെ പറയുന്ന ഒരു മഹാൻ. ആ ഇക്കാക്ക വിളിയിൽ ഒരിക്കൽ സിറാജുദ്ദീൻ തങ്ങൾ പറഞ്ഞു, നീ എല്ലാ സമയത്തും എന്നെ അങ്ങനെ വിളിച്ചുകൊണ്ട് മരിച്ചിട്ട് വഫാത്തായതിനു ശേഷം അങ്ങനെ വിളിച്ചാലും ഞാൻ ഉണ്ടാവട്ടോ. ഒരിക്കൽ അദ്ദേഹത്തിന് പിന്നെ കൊടക് എന്ന് പറയുന്ന നമുക്കറിയാം, പിന്നെ കൊടകിൽ അദ്ദേഹത്തിന്റെ കച്ചവടാവശ്യാർത്ഥം പോയിട്ട് അവസാനം അവിടെ വെച്ച് അദ്ദേഹത്തെ ശത്രുക്കൾ, അതായത് സത്യനിഷേധികളായ ആളുകൾ അദ്ദേഹത്തെ പിടിച്ചു വച്ചു. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുപോയി. ഇക്കാക്ക എന്ന് വിളിച്ചപ്പോ അദ്ദേഹത്തെ ആ സ്ഥലത്ത് നിന്ന് സംരക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ നേരിട്ട് ചെന്നു എന്ന് ശൈഖുനാ ശംസുൽ ഉലമ ഈ മൗലിദിൽ മഹാനായ സിറാജുദ്ദീൻ തങ്ങളെ കുറിച്ച് എഴുതുന്നു. മഹാനായ സിറാജുദ്ദീൻ തങ്ങൾ നേരിട്ട് ചെന്നു. ചില അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. ചില സഹോദരന്മാർ, ഞാൻ തുറന്നു പറയുന്നില്ല, ചില സഹോദരന്മാർ രോഗിയായി കിടക്കുമ്പോ മഹാനായ മാടവന അബൂബക്കർ മുസ്ലിയാർ നേരിട്ട് ചെന്നിട്ട് എഴുന്നേറ്റ് പൊക്കോളൂ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞവർ ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുന്ന ആളുകൾ എന്താ വെച്ചാൽ അവർക്ക് നേരെ കാണാം, അവർക്ക് വരുന്നതിന് മുമ്പേ കാണാം. മഹാനായ മാടവന അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവരെ കുറിച്ച് പറയാറുണ്ട്, ഒരിക്കലും ഇങ്ങനെ വല്ലാത്ത ജദുബിലാണ് ഈ മജ്ദൂബുകളായ ഔലിയാക്കൾ. ഇവിടെ മഹാനായ സിറാജുദ്ദീൻ തങ്ങൾ സാധാരണ പറയാറുള്ളത് ഞാൻ മജ്ദൂബു സാരിഖാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ ചിലരൊക്കെ ചിലത് മറച്ചു വെക്കും. ഇവിടെ ബഹുമാന്യനായ തങ്ങൾ സൂചിപ്പിച്ച പോലെ വലിയ ഇൽമു കൊണ്ട് മറച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്. ചിലര് അങ്ങനെ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ ഭാവിച്ചു നടക്കുന്നവരുണ്ടാവും ഔലിയാക്കളുടെ കൂട്ടത്തിൽ. അതുപോലെയാണ് മഹാനവകൾ പറയുന്നത്, ചില സമയത്ത് അങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ്. അതായത് ഒരു മജ്ദൂബ് സാരിഖാൻ, മജ്ദൂബ് മജാദിബ്, അതായത് ഇതിലങ്ങ് ആ ആത്മീകമായ അതിന്റെ വലിപ്പത്തിലേക്കങ്ങ് രസിച്ചു പോയാൽ ചിലപ്പോ അത്തരത്തിലുള്ള ആളുകളുടെ ബുദ്ധി അതിലേക്ക് തന്നെ ആയിപ്പോയിട്ട് ഈ ഭൗമിക ജീവിതത്തിന്റെ ഒന്നും അവർക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ പോയാൽ അയാൾ ഒരു ഭ്രാന്തനാവും. ആ ഭ്രാന്തനാണ് മുക്കല്ലഫല്ലാത്ത രീതിയിലേക്ക് പോകാറുള്ളത്. ചില ഔലിയാക്കൾ ഭ്രാന്തന്മാരാകും. ആ ഭ്രാന്തന്മാർ ശരിക്കും പറഞ്ഞാൽ വലിയ ബുദ്ധിയുള്ള വട്ടന്മാർ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഭ്രാന്തന്മാർ ചെയ്യണമാതിരി തന്നെ ചെയ്യണമെന്നില്ല. ചിലപ്പോ അവര് നിസ്കരിക്കൂല, അതുകൊണ്ട് നിസ്കരിക്കണ്ടെന്ന് വിചാരിക്കണ്ട. അവര് ചിലപ്പോ നോമ്പിന് നന്നായി ഇങ്ങനെ ബീഡി വലിച്ചെടുക്കണ്ടാവും, അതുപോലെ ബീഡി വലിക്കണമെന്നില്ല. എല്ലാം തുടരണം എന്ന് പറഞ്ഞുകൊടുത്ത് ശരീഅത്ത് പ്രധാനമാണ് എന്ന് കൂടി ഞാൻ മനസ്സിലാക്കി തരുന്നു, ഞാൻ പറയുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ആ രീതിയിൽ നിൽക്കുമ്പോഴും ഇവർ ചില സമയത്ത് അങ്ങനെ ആയിപ്പോയാലും ചില സമയങ്ങളിൽ ശരിയായ ഒരു ബോധമണ്ഡലത്തിലേക്ക് അവർ തിരിച്ചു വരും. കാരണം അവർ മലായിക്കത്തിന്റെ ഔസാഫിലേക്ക് എത്തുകയും അവിടുന്ന് ആത്മീയതയുടെ രസത്തിലങ്ങ് നീന്തി തുടിക്കുകയും ചെയ്യുമ്പോൾ ഭൗതിക ജീവിതത്തിന്റെ ഓർമ്മകളിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. നല്ലോണം അങ്ങ് രുചിച്ചാൽ പിന്നെ അതിന്റെ ലഹരിയിൽ പ്രണയം ഒരു ഭ്രാന്തല്ലേ. ആ പ്രണയം ഭ്രാന്തായി മാറുമ്പോ തന്റെ പെണ്ണും താനും മാത്രമുള്ള ഒരു ലോകത്തേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ഒടുക്കം എല്ലാം കഴിഞ്ഞ് ചെന്ന് ഖലീൽ ജിബ്രാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ പ്രണയം മൂത്തു, അപ്പോൾ നമ്മൾ രണ്ടുപേരുണ്ടായിരുന്നു, പക്ഷേ ഞാൻ നിന്റെ അടുക്കലേക്ക് വന്ന് വാതിൽ തുറന്നു, അപ്പോൾ നീ
മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊരു രസാണെന്നറിയോ, നിങ്ങൾക്ക് ഉറക്കം വരുന്ന സമയത്ത് അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര വലിയ ആത്മീയതയാണ് അല്ലേ? പ്രണയം മൂത്തു, അതെന്നെയാണ് പ്രണയം മൂത്തു. ഞാനും നീയും ഉണ്ടായിരുന്നു, പിന്നെ നീയും ഞാനും എന്നതിൽ നിന്ന് നീ മാത്രമാകുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അതാണ് ഔലിയായിന്റെ ഏറ്റവും വലിയ രീതിയും പ്രണയവും. അതാണ് അവിടെ ഉണ്ടായിരുന്ന ഞാൻ അതങ്ങ് ഇല്ലാണ്ടായി, പിന്നെ നീ എന്ന് മാത്രം, അല്ലാഹ് എന്നത് മാത്രം. അവിടേക്ക് പോകുമ്പോ ഒരുപാട് പറയാനുണ്ട്, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, അതൊരു സാധാരണക്കാരന്റെ മുമ്പിൽ പറയേണ്ട ഒരു വിഷയവുമല്ല. പക്ഷേ അങ്ങനെ പ്രണയം മൂത്തു പോകുമ്പോ ഭൗതിക ജീവിതത്തിന്റെ ഓർമ്മകളിൽ നിന്ന് അവർ പോകും. അങ്ങനെ ചിലപ്പോ അവര് ഉള്ളവരെയൊക്കെ ഓടിക്കുന്നുണ്ടാകും, അവർ ചിലപ്പോ ഡ്രസ്സിൽ ചിലപ്പോ ഈ പിന്നെ മുറുക്കി തുപ്പുന്നുണ്ടാകും. അങ്ങനെ ഒരിക്കൽ മുറുക്കി തുപ്പി വല്ലാതെ ഒച്ചപ്പാടുണ്ടാക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭാവം മാറുന്നു. മഹാനായ മാടവന അബൂബക്കർ മുസ്ലിയാർ, മാടവന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം പോല, ആലുവായി, അതെ ആലുവായി അബൂബക്കർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ. അങ്ങനെ അദ്ദേഹം അങ്ങനെ വല്ലാതെ ദേഷ്യം പിടിച്ചൊരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് മാറി. അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു, ഒരു ഷർട്ടും മുണ്ടും കൊണ്ടുവിടാന്ന്. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തപ്പോ എല്ലാവരും ഇങ്ങനെ അന്തിച്ചു നിൽക്കുകയാണ്. കാരണം എന്താണ്, ഇപ്പോ എല്ലാ ഭാവവും മാറിയല്ലോ, ഇതുവരെ ഉണ്ടായിരുന്ന ഭാവമാറ്റം അത് മാറി എന്ന് കണ്ടപ്പോ ആരോ ചോദിച്ചു എന്താണാവോ. അപ്പൊ പറഞ്ഞു, ഒരു മനുഷ്യൻ വരുന്നതാണ്, ഒരു മനുഷ്യൻ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഒരു കറുത്ത അംബാസിഡർ കാർ അവിടെ വന്നു. ആ അംബാസിഡർ കാറിൽ നിന്ന് മഹാനായ മുസ്ലിം കേരളത്തിന്റെ തേജോധന്യമായ ഓർമ്മകളിൽ നാം ഏറെ ശോഭയോടുകൂടെ ഓർക്കുന്ന ഒരു വലിയ മനുഷ്യൻ ഇറങ്ങി വന്നു. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി നവ്വറല്ലാഹു മർഖദ. മഹാനായ തങ്ങളെ കണ്ട പോലെയാണ് മഹാനായ ആലുവായി അബൂബക്കർ മുസ്ലിയാർ നിൽക്കുന്നത്. അതിന്റെ പിന്നിൽ കേരള മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ രാജകുമാരനെ പോലെ തിളങ്ങി നിന്ന മറ്റൊരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. കേവലം 30 വയസ്സ് മാത്രമുള്ള ആ ചെറുപ്പക്കാരന് കേരള നിയമസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ മഹാനായ ആലുവായി അബൂബക്കർ മുസ്ലിയാർ എന്ന വലിയന്റെ കൈപിടിച്ച് അനുഗ്രഹം തേടണമായിരുന്നു. ആ അനുഗ്രഹം തേടാൻ ആ മഹാനായ ചെറുപ്പക്കാരന്റെ ഏറ്റവും പ്രഗത്ഭനായ ഗുരുതുല്യനായി നേതാവായി ജീവിച്ച മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ കൈപിടിച്ചു ചെന്നു മഹാനായ ആലുവായി അബൂബക്കർ മുസ്ലിയാരുടെ മുമ്പിൽ. ആലുവായി അബൂബക്കർ മുസ്ലിയാർ സ്നേഹത്തോടെ സ്വീകരിച്ചു, എല്ലാം പറഞ്ഞു. അവസാനം പറഞ്ഞു, KMCD സാഹിബിന്റെ മരണാനന്തരം കേരള നിയമസഭയിലേക്ക് സ്പീക്കർ സ്ഥാനത്തേക്ക് അഭിനന്ദനായ CH മുഹമ്മദ് കോയ സാഹിബ് വരികയാണ്. CH, ആ വലിയ മനുഷ്യന്റെ ഓർമ്മകളിലേക്ക് പോലും ഞാൻ ഓർത്തുപോകുന്നു. CH എന്ന ചെറുപ്പക്കാരൻ ആലുവായി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഈ മഹാമനുഷ്യന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ, ദുആ ചെയ്യിപ്പിക്കാൻ മഹാനായ തങ്ങളെ കൊണ്ടുപോയതാണ്. അവിടെ ആദ്യം അറിയുന്നത് മഹാനായ ആലുവായി അബൂബക്കർ മുസ്ലിയാർ തന്നെ കാണാനിതാ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ വരുന്നു എന്നറിയുന്നു. എവിടെന്നാ അറിവ് കിട്ടിയത്? മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിളിർ നബി അലൈഹിസ്സലാമിന്റെ കൂടെ കൂടുമ്പോ കപ്പലിൽ കയറി കപ്പലിന്റെ ഒരു ഭാഗം ഇങ്ങനെ തല്ലിപ്പൊളിക്കാണ് ഖിളിർ നബി, പിക്കാസ് കൊണ്ട് ഇങ്ങനെ ഒടിച്ചു കളയാൻ. ആ സമയത്ത് മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇരുന്ന് ഓർക്കാൻ, പടച്ചോനെ, ആ തൗറാത്ത് പഠിപ്പിച്ച് ബനു ഇസ്രായേലിയരുടെ കൂടെ ജീവിക്കാൻ നീ എനിക്ക് തന്നിട്ടുള്ള അവസരം എത്ര നന്നായിരുന്നു. ഈ മനുഷ്യന്റെ കൂടെ എന്നെ നീ എന്തിനു പറഞ്ഞു വിട്ടു എന്ന ചോദ്യം ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു. അത് ഓർത്ത പാടെ മൂസ നബിയെ വിളിച്ചിട്ട് മഹാനായ ഖിളിർ നബി പറയാണ്, മൂസ ഇപ്പൊ ആലോചിച്ചതല്ലേ? ഏത് ഇപ്പോ ആലോചിച്ചത് തന്നെയല്ലേ? ഇവിടെ ഇരിക്കുമ്പോ ബഹുമാന്യനായ അബൂബക്കർ ദാരിമി സൂചിപ്പിക്കാൻ, അല്ലാഹുവേ, എന്റെ ഉസ്താദ് മഹാനായ ശൈഖുനയാണ്, ശംസുൽ ഉലമയാണ്. അവരുടെ മഹാനായ ശൈഖ് മഹാനായ സിറാജുദ്ദീൻ അൽ ഖാദിരി തങ്ങളാണ്. മഹാനായ ഉമർ അൽ ഖാദിരി തങ്ങളുമായി ബന്ധമുണ്ട്. അഭിവന്ദനായ മടവൂർ തങ്ങളുമായി ബന്ധമുണ്ട്. അവരൊക്കെ ഉണ്ടായിട്ട് എന്റെ പ്രശ്നം എന്തേ പരിഹരിക്കാതെ പോകുന്നത് എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുന്നു. അപ്പോ കുട്ടികൾ ആരോ ഓടി വന്ന് പറയുന്നു, ശൈഖുന ഉസ്താദിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന്. അവിടെ ചെല്ലുമ്പോ മഹാനായ ശൈഖുന പറയുന്നു, എന്താ ബുദ്ധിമുട്ട്? നിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറും, നിനക്കെന്താ വിഷമം? എവിടെ നിറഞ്ഞു ശംസുൽ ഉലമ? എവിടെ നിറഞ്ഞു അബൂബക്കർ ദാരിമി? ജീവനോടെ ഇവിടെ ഇരിക്കുന്നു. ഞാൻ പറയാം, ബഹുമാന്യനായ അബൂബക്കർ ദാരിമി പറയുന്നു, വന്ദരായ ഉസ്താദ് അങ്ങ് റൂമിലിരിക്കുമ്പോ ഞാൻ ഏതോ അകലത്തിൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നത് പോലും മഹാനായ ശംസുൽ ഉലമ എന്ന് പറയുന്ന ആ വലിയന് മനസ്സിലാക്കാൻ കഴിയുമ്പോ
ഇവരൊക്കെ ആ ആത്മീക തലത്തിൽ ജീവിച്ച മഹാരഥന്മാരാണ്. അവരുടെ ജീവിതമാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ ആത്മാവ് കൊണ്ട്, മനസ്സുകൊണ്ട് മറ്റൊരാളുടെ മനസ്സറിയാനും അവർ ചിന്തിക്കുന്നത് അറിയാനും കഴിയുന്നു എന്നതുകൊണ്ടാണ് കുപ്പിക്കകത്തുള്ളത് പോലെ ഞാൻ കാണും എന്ന് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. ഇതൊന്നും അത്ഭുതമല്ല, അത്ഭുതാണ്. നമുക്ക് ഇത് ആശയപരമായ അത്ഭുതമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് ആശയപരമായ അത്ഭുതമല്ല. എന്തുകൊണ്ട്? അത് അത്ഭുതമാകേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇതെല്ലാം പരിശുദ്ധ ഖുർആനും വിശുദ്ധ വചനങ്ങളും സമ്മതിച്ചു തന്നിട്ടുള്ളത് തന്നെയാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാരെല്ലാം നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഇതെല്ലാം ഉണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഈ മൗലിദിൽ മഹാനവറുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവരെല്ലാം ഇവരുടെ ഒരു പ്രത്യേകതയായി, അതായത് സിറാജുദ്ദീൻ തങ്ങൾ പിന്നെ ഈ കൊള്ളക്കാരുടെ അടുക്കൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈ ഇക്കാക്ക എന്ന് വിളിക്കുന്ന സഹോദരനെ കുറിച്ച് പറയുമ്പോ മഹാനവറുകൾ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വന്നും അവിടെയെല്ലാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഇത് ഈ മഹാന്മാരായ ആളുകളുടെ ഒരു പ്രത്യേക പരിപാടിയാണ്. അത് പ്രത്യേകിച്ച് വിശദീകരിക്കാനൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഈ മഹാന്മാരായ ഔലിയാക്കൾ വരികയും അവർ ഇത്തരത്തിൽ അവരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരായ ആളുകളുമായി നേരിട്ടു തന്നെ ബന്ധപ്പെടുകയും ചെയ്യും എന്ന കാര്യത്തിൽ തർക്കിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം അത് ഈ വിശുദ്ധ ദീനിന്റെ സ്വഭാവം അള്ളാഹുവിന്റെ പരിശുദ്ധരായ ഔലിയാക്കളും അതുപോലെ തന്നെ പ്രവാചകന്മാരും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന കാര്യം വളരെ കൃത്യമായി ബോധ്യപ്പെടാവുന്നതാണ് എന്ന് മഹാനവറുകൾ തന്റെ ഈ വിശുദ്ധമായ മൗലിദിൽ മഹാനവറുകൾ പറയുന്നത് കാണാം. കാരണം ഈ രീതികൾ ഇവരുടെ ഒക്കെ കറാമത്തുകളായി ഔലിയാക്കൾ എന്ന നിലക്ക് ഇവരുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കൊച്ചുകുട്ടിയെ പൊന്നാനിയിൽ കച്ചവടത്തിന്, അതായത് കടയിൽ നിന്ന് എന്തോ വാങ്ങാൻ വേണ്ടി വിട്ടു. തിരിച്ചു വരുന്ന സമയത്ത് വലിയൊരു പ്രേതം, അതായത് അത്തരത്തിലുള്ള പൈശാചികത കണ്ടപ്പോ ആ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെല്ലുന്നു ഷെയ്ഖ് തങ്ങൾ തന്നെ, മഹാനായ സിറാജുദ്ദീൻ തങ്ങൾ നേരിട്ടു ചെല്ലുന്നു. അതായത് എവിടെ ഉണ്ടായിരുന്ന ആള് അവിടെ ചെല്ലുന്നു, എന്നിട്ട് സംരക്ഷിക്കുന്നു. എന്നിട്ട് പറയുന്നു, മോനെ ഇത് ആരോടും പറയരുത്. കാരണം ഈ ആളുകളോട് പറയലല്ല ഇവരുടെ രീതി. ഇവിടെ ബഹുമാനായ തങ്ങൾ സൂചിപ്പിച്ചല്ലോ, ചിലതിങ്ങനെ നമ്മളിന്ന് കറാമത്തുകൾ വല്ലാതെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ഇങ്ങനെ ഒരു കറാമത്ത് ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി നടക്കുമ്പോ ദുആഇന്റെ മജ്ലിസിൽ വലിയ വലിപ്പം പറയുമ്പോ മഹാന്മാരായ ഔലിയാക്കളുടെ പ്രത്യേകത അതായിരുന്നില്ല. അത് പറയുമ്പോഴാണ് മഹാനായ ശംസുൽ ഉലമ പറയുന്നത് ഇത് ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ഇത് അങ്ങനത്തെ അത്തരത്തിലുള്ള പിന്നെ സ്വഭാവങ്ങളും രീതികളും ഈ മഹാന്മാരായ ആളുകളിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അത് വിശദീകരിക്കേണ്ട ഒരു ആവശ്യം വരാത്ത വിധം തന്നെ ഇത് മഹാന്മാരായ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഇത് സംബന്ധമായി മഹാനായ സിറാജുദ്ദീൻ തങ്ങളുടെ ജീവിതത്തോട് ഒട്ടി നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ ശരിക്കും നമ്മളെ പഠിപ്പിച്ചു തരാൻ, അവരോടുള്ള ആ ബന്ധം, അവരോടുള്ള അദബ് ഞാനിവിടെ സൂചിപ്പിക്കാണ്. അദബ് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഒന്ന് മഹാനായ ശംസുൽ ഉലമയാണ്. കാരണം അവിടുന്ന് മഹാന്മാരായ സയ്യിദുമാരോട് അദബ് കാണിച്ചു, അതുപോലെ തന്നെ മശായിഖുമാരോട് അദബ് കാണിച്ചു. മശായിഖുമാരുടെ അർവാഹുകളുമായി ബന്ധപ്പെട്ട് അവരുടെ മഖ്ബറകളിൽ ചെല്ലുമ്പോൾ ഏറ്റവും വലിയ അദബിലാണ് മഹാനവറുകൾ ഇരുന്നത്. അതാണ് നമ്മളൊക്കെ പിന്നെ വലിയ മഹാന്മാരായ മമ്പുറം തങ്ങളുടെ അടുക്കൽ പോയാൽ മമ്പുറം തങ്ങളുടെ വളരെ അകലെ നിന്നാണ് ഷെയ്ഖുന സംസാരിക്കാർ. നേരിട്ട് സംസാരിക്കുമായിരുന്നു ഷെയ്ഖുന. അങ്ങനെ സംസാരിക്കും, എന്നിട്ട് അവർ പറഞ്ഞതനുസരിച്ചാണ് മഹാനവറുകൾ കാര്യങ്ങൾ ചിന്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് സമ്മേളനങ്ങൾ വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ ആശങ്കപ്പെട്ട ഒരു കാലമുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ആ അർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായ ചില ദൗർഭാഗ്യകരമായ അവസ്ഥകൾ. ആ സമയത്ത് ഷെയ്ഖുന ചെന്ന് മമ്പുറം തങ്ങളുടെ അനുവാദം ചോദിച്ച് അവിടുന്ന് പറഞ്ഞ പ്രകാരം വിജയിക്കുമെന്ന് പ്രവർത്തകരുടെ ആശ്വാസം പറയുന്നു നമ്മൾ കാണുമ്പോ ഇവിടുന്ന് കേൾക്കും, അവിടുന്ന് പറയും. അഷ്റഫുൽ ഖൽഖിന്റെ വിശുദ്ധ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കൾ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇതുപോലെ ചെന്നു നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്ര കാര്യങ്ങൾ പറഞ്ഞു. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദിമ അലൈനാ അറാബിയുൻ, ഒരു അറാബി വരാൻ. അറാബി വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിശുദ്ധമായ ഖബറിന്റെ മുമ്പിൽ വരുമ്പോ ആ ഖബറിൽ നിന്ന് അല്പം മണ്ണെടുത്ത് തലയിലേക്കിട്ട് എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്നു. നബിയെ സംബോധന ചെയ്യുന്നത് എപ്പോഴാ? ബഅദമാ ദഫന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി സലാസത്തി അയ്യാം. നബി തിരുമേനിയുടെ ഖബറടക്കത്തിന്റെ 3-ാമത്തെ ദിവസം അപ്പ നബിയുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഖദ് ലലംതു നഫ്സി, ഞാൻ തെറ്റു ചെയ്തല്ലോ. അത് കേട്ടപാടെ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറയുന്നു, ആ വിശുദ്ധമായ ഖബറിടത്തിൽ നിന്ന് കേട്ടു, ഖദ് ഗുഫിറ ലക, നിനക്ക് മാപ്പുണ്ടോ?
മഹാനായ ചെറുവാളൂർ ഉസ്താദ് സൂചിപ്പിച്ച പോലെ അസ്സലാമു അലൈക്കും വഅലൈക്കുമുസ്സലാം. അഷ്റഫുൽ ഖൽഖിന്റെ വിശുദ്ധമായ ഖബറിടത്തിൽ നിന്ന് അത് കേട്ടു എന്ന് പറയുന്നത് സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളാണ്. അലിയിനേക്കാൾ വലിയ ഇസ്ലാമിക വിജ്ഞാനത്തിൽ അഗ്രേസരനായ മറ്റൊരാളെ നമുക്ക് കാണിച്ചു തരാനാവോ? അന അലി അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. ഞാൻ ഇൽമിന്റെ മദീനയാണ്, എന്നാലോ അലി അതിന്റെ വാതിലാണ്. ആ വാതിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഗേറ്റ് കടന്നു പോകുന്ന ഏതിനെയും കുറിച്ച് കൃത്യമായി നിരീക്ഷിക്കാനും ആ ഗേറ്റിന്റെ ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നതിനെ നിരീക്ഷിക്കാനുള്ള യോഗ്യതയുള്ള അതിന്റെ ഏറ്റവും വലിയ പരീക്ഷകൻ സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ആ മനുഷ്യൻ അവിടെ നിന്ന് അങ്ങനെ പറയുമ്പോ ഹബീബിന്റെ വിശുദ്ധമായ ഖബറിടത്തിൽ നിന്ന് കേട്ടിരുന്നു, ഖദ് ഗഫിറ ലക, നിനക്ക് മാപ്പുണ്ട്, ഖദ് ഗഫിറ ലക, നിനക്ക് മാപ്പുണ്ട്. ആ രീതിയിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, മഹാരഥന്മാർ, പ്രവാചകന്മാരും ഔലിയാക്കളുമെല്ലാം ഈ രീതിയിൽ അങ്ങനെ അവരുടെ ഖബറുകളിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ രീതിയിലുള്ള സ്വഭാവങ്ങൾ കാണിച്ചു എന്നതാണ് നാം മഹാരഥന്മാരായ ഔലിയാക്കളുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടത്. അതുകൊണ്ടാ വെളിയങ്കോട്ടെ സമര ആഹ്വാനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ നീ അവിടെ കിടന്നോ എന്ന് പറയുമ്പോ ഞാനും എന്നാ എണീറ്റ് വരാം എന്ന് പറയുന്നൊരവസ്ഥ അവിടെ നമ്മൾ കാണുന്നു. മഹാനായ ഉമർ ഖാദിയുടെ കൂട്ടുകാരൻ, അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന മരക്കാർ മുസ്ലിയാർ, ഞാൻ വരട്ടെ എന്ന് പറയുന്നു. ആ ഖബറൊന്ന് പൊട്ടിപ്പിളരുന്നു, വേണ്ട അവിടെ തന്നെ കിടന്നോളൂ എന്ന് പറയുന്നു. എന്താണത്? അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പ്രത്യേകമായ ഒരു ആത്മീക ലോകമാണ്. ആത്മീക ലോകത്തെ ഒരു മഹാനാണ് മഹാനായ സിറാജുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ മഹാനുഭാവന്റെ ഖലീഫയായി അവിടത്തെ ജീവിതകാലത്തു തന്നെ ഖലീഫയാക്കിയ മഹാനായ ഉമറുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ശൈഖുനാ ശംസുൽ ഉലമയുടെ സഹോദരൻ. ഇക്കേ കുടുംബം എന്ന് പറയുന്നത് ആത്മീക ജീവിതത്തിന്റെയും ജ്ഞാന ജീവിതത്തിന്റെയും ഒരു മഹാവലിപ്പങ്ങളാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാകട്ടെ, മഹാനായ ഇക്കേ ഹസൻ മുസ്ലിയാരാകട്ടെ, അഭിയന്തനായ ഉമറുൽ ഖാദിരിയാകട്ടെ, അതുപോലെ മഹാരഥന്മാരായ അവിടുത്തെ സഹോദരന്മാർ, അവരൊക്കെയും അവരുടെ ആധ്യാത്മികമായ ജീവിതത്തിന്റെ വലിപ്പത്തിൽ ജീവിച്ച ആളുകളാണ്. അതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് മഹാനായ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന കാലഘട്ടത്തിന്റെ ഇതിഹാസമായി മഹാനായ ശംസുൽ ഉലമയെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ ഒക്കെ ഒരു പാരമ്പര്യം, ഞാൻ എന്റെ മുത്തഅല്ലിം സഹോദരന്മാരോട് പറയുന്ന ഒരു പാരമ്പര്യം പ്രധാനമാണ്. ഇസ്ലാമിനൊരു പാരമ്പര്യം. ഇന്നിപ്പോ പാരമ്പര്യത്തിനെതിരായി നീങ്ങുന്നു എന്നതാണ് ലോകത്തെ എല്ലാ ഇടങ്ങളിലെയും മുസ്ലിം സമൂഹത്തിന്റെ, ഇസ്ലാമിക സമൂഹത്തിലെ തന്നെ ചില പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം. അവർ പാരമ്പര്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു. മഖ്ബറകൾ പൊളിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ വഹാബിസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അടയാളം. വഹാബി മൂവ്മെന്റ് തുടങ്ങുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരൻ സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ പൊളിച്ചിട്ടാണ് ആദ്യം ഉദ്ഘാടനം ചെയ്തത്. അതെ, ഖബർ പൊളിക്കാം. അങ്ങനെ ഖബർ പൊളിച്ചതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആത്യന്തിക ഇസ്ലാമിക തീവ്രവാദ ശക്തി മഹാനായ സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മഹാനായ ഇമാം നവവി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബിലെ ദ സെക്കൻഡ് ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ മഹാനായ ഇമാം നവവി തങ്ങളാണ്. മഹാനായ ഇമാം നവവിയുടെ മറ്റൊരാൾ മഹാനായ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഒരു പ്രവാചകൻ, രണ്ട് മഹാരഥന്മാരായ ആരിഫീങ്ങൾ, അവരുടെ ഒക്കെ ഖബർ പൊളിച്ചിട്ട് ആ ഖബർ പൊളിച്ചു തുടങ്ങുകയാണ് വഹാബിസം. ഒന്നാമത്തെ വഹാബിയും ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഈ വഹാബി മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു തീവ്രവാദ ഘടനയാകുന്ന ഈ ടീമും അങ്ങനെ തന്നെ ചെയ്യുന്നു. ഞാനിത് വെറുതെ പറയല്ല. ഇന്ത്യയിലെ പ്രഗത്ഭനായ ഒരു ചരിത്രകാരൻ എന്നിട്ട് ദി ഹിന്ദു പത്രത്തിൽ ഈ സംഭവങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഈ ഫോട്ടോകൾ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദ അജണ്ട ഓഫ് ദ ഇസ്ലാമിക് സ്റ്റേറ്റ് ഈസ് മിയർലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ഡിവൈസ് പ്ലാൻ laid down by Muhammad Abdul Wahhab almost 200 years ago എന്നാണ്. 200 കൊല്ലം മുഹമ്മദ് അബ്ദുൽ വഹാബ് തുടങ്ങിയതെന്തോ അതാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. അതാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. അത് ഔലിയാക്കളുടെ വഴിയല്ല. എന്താ ഔലിയാക്കളുടെ വഴിയല്ല എന്ന് പറയാൻ? അതിന് ആത്മീക സൗരഭ്യമില്ല, അതിന് ആത്മീക സൗന്ദര്യമില്ല, അതിന് ഈ പിന്തുടർച്ചാവകാശമില്ല. ഇത്തിബാ ഉണ്ടാകണം. നാം വെറുതെ ഏതോ അക്ഷരങ്ങൾ കൂട്ടിവച്ചുണ്ടാക്കിയ അറിവിന്റെ ലോകത്തല്ല. നാം അനവരതം തുടർന്നു പോന്നിട്ടുള്ള മഹത്തുക്കൾ നമ്മളെ എങ്ങനെയാണോ ഈ ദീൻ പഠിപ്പിച്ചു തന്നത് ആ ദീൻ അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണ്.
അങ്ങനെ പഠിക്കണം. ഒരു ഉസ്താദില്ലാത്ത ഏതറിവും അബദ്ധാണ്. കുട്ടികളെ ഓൺലൈനിൽ നിന്ന് ഷെയ്ഖ് ഗൂഗിൾ പറഞ്ഞു തരുന്നത് കേട്ടാണ് നിങ്ങൾ ദീൻ പഠിച്ചതെങ്കിൽ ലോകാബദ്ധാണത്, അത് ഭീമാബദ്ധാണ്. ആ ഇസ്ലാം മഹാ തീവ്രവാദം, ആ ഇസ്ലാം ലോകത്തുണ്ടാക്കിയതും തീവ്രവാദമാണ്. അതേസമയം തസൗഫിന്റെ ആത്മീയതയുടെ സൗന്ദര്യം മഹാനായ ശൈഖുന ഇവിടെ ചില സമയങ്ങളിൽ ഒരുതരം എക്സ്റ്റസിക്കൽ പോയട്രി എന്ന് പറയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. അതായത് അതീവ ആത്മീക സായുജ്യത്തിന്റെ കവിതയാണെന്ന് പറയാം ഈ മൗലിദ്. അതിൽ മഹാനവകൾ പറയുന്നുണ്ട് ആത്മീയതയുടെ തേൻ നുകരാനാവുക എന്ന്. ആ വാക്കൊക്കെ എത്ര രസാന്നറിയോ, ആത്മീയതയുടെ തേൻ നുകരാം. അങ്ങനെ തേൻ നുകരുമ്പോഴുണ്ടാകുന്ന ആത്മീക സൗഭാഗ്യം അള്ളാഹു നമുക്ക് അവരുടെ അരികു പറ്റിയത് അനുഭവിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അരികു പറ്റി അനുഭവിക്കാനേ നമുക്ക് യോഗ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ആ അർത്ഥത്തിൽ ആ അരികു പറ്റി അത് അനുഭവിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ ജീവിച്ച മഹാന്മാരുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താ? അവർ ലോകത്ത് എവിടെയും നല്ല നന്മയുള്ള സൗന്ദര്യമുള്ള ഇസ്ലാമിനെ മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഇന്ത്യയിലെ ഇസ്ലാമിനെ കുറിച്ച് ഗാന്ധിജി പറയുന്നുണ്ട്, മൈ അസോസിയേഷൻ ടു ദ നോബ്ലസ്റ്റ് മുസൽമാൻ ഹാസ് ടോക്ട് മീ ദാറ്റ് ഇസ്ലാം ഹാസ് ബീൻ സ്പ്രെഡ് നോട്ട് വിത്ത് സോർഡ് ബട്ട് വിത്ത് ദ പ്രേയർഫുൾ ലവ് ഓഫ് അൺബ്രോക്കൻ സീരീസ് ഓഫ് ഫക്കീസ് ആൻഡ് സൂഫീസ്. ഞാൻ പഠിച്ച ഇസ്ലാം എന്റെ സുഹൃത്ത് എന്നെ പഠിപ്പിച്ചു തരുമ്പോ മൈ അസോസിയേഷൻ ടു ദ നോബ്ലസ്റ്റ് മുസൽമാൻ, ഒരു മുസ്ലിം സഹോദരനിൽ നിന്ന് ഞാനത് പഠിക്കുമ്പോ അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇസ്ലാമിന്റെ തസൗഫാണ്. ഇസ്ലാമിലെ ഫഖീറിന്റെയും സൂഫിയുടെയും സ്നേഹധന്യമായ നിരന്തരമായവരുടെ ജീവിതമാണ് ഇസ്ലാം എന്ന ഈ മനോഹരമായ സൗന്ദര്യം ഇന്ത്യയിൽ പരിചയപ്പെടാൻ കാരണമെന്നാണ്. അല്ലാതെ വാളും വക്കാണും കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടല്ല, ഒരു പ്രതിരോധം നടത്തിയിട്ടല്ല, മറിച്ച് ഈ ഇസ്ലാം സൗന്ദര്യത്തോടെ പ്രചരിച്ചു. ആ ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് ഒരു ഇരുട്ടത്തിരുന്നല്ല. മഹാനായ ശൈഖുന ശംസുലമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഖുർആൻ തന്നെ വെളിച്ചായിരിക്കും, പിന്നെ എന്തിനാടോ ഇരുട്ട് എന്ന ചോദ്യം വളരെ പ്രസക്താണ്. ഇരുട്ടത്തിരുത്തിയിട്ട് ഇസ്ലാമിനെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ, ഖുർആൻ തന്നെ വെളിച്ചല്ലേ. വെളിച്ചത്തിരുത്തി പഠിപ്പിക്കുന്നതിന് പോലെ ഇരുട്ടത്തിരുത്തി പഠിപ്പിക്കേണ്ട ആവശ്യം എന്താ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആ ഇരുട്ടുള്ള ഖുർആനല്ല, വെളിച്ചമുള്ള ഖുർആൻ, ആത്മാവിന്റെ മധു നുകരാൻ കഴിയുന്ന ഖുർആൻ. ആ ഖുർആൻ മഹാന്മാരായ സൂഫിയാക്കൾ നമ്മളെ പഠിപ്പിച്ചു തന്ന ഖുർആനാണ്. അവിടെ എല്ലാ സൗന്ദര്യവും ഉണ്ടാവും. അവരുടെ ജീവിതം എത്ര സുന്ദരാൻ, അവരുടെ മന്ദസ്മിത എത്ര സുന്ദരാൻ. അഷ്റഫുൽ ഖൽഖിന്റെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ നുകർന്നത് അവിടുത്തെ സ്നേഹമന്ദസ്മിതത്തിൽ നിന്നാണ്. അതുകൊണ്ടല്ലേ ശത്രുക്കൾ പോലും പുണ്യ നബിയുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോ നബി തിരുമേനി ഒന്ന് ചിരിക്കുമ്പോ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ മനോഹരമായ മന്ദസ്മിതം എന്ന് പറഞ്ഞ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ വിശ്വസിക്കുന്നത്. മഹാനായ പ്രവാചകന്റെ മദീന പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ കൊണ്ടുപോയി ഒരു തൂണിൽ ബന്ധിതനാക്കപ്പെട്ടു. ലോകം കണ്ട ആ കാലഘട്ടത്തിലെ ഭീകരനായിരുന്ന ഒരു ഭരണാധികാരിയെ, യമാമയുടെ ഭരണാധികാരിയായിരുന്ന തുമാമത്ത് ബിനു ആസാൽ, അദ്ദേഹം അങ്ങനെ ബന്ധിതനാകുമ്പോൾ അഷ്റഫുൽ ഖൽഖ് ചെന്നു. അവിടുന്ന് ചിരിച്ചു, നബി തിരുമേനി വിശേഷം ചോദിച്ചു. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അയാളെ കെട്ടഴിച്ചു വിടണം. സ്വഹാബത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ, അയാൾ വീണ്ടും യമാമയിലേക്ക് പോയി നമുക്ക് നേരെ ഈ വലിയ ഭീകരമായ പുതിയ ശത്രുതയുമായി വരില്ലെന്ന് ആര് കണ്ടു നബിയെ? അതുകൊണ്ട് അയാളെ വെറുതെ വിടുകയോ എന്ന് ചോദിക്കുമ്പോ, വിട്ടേക്കൂ, അയാൾ സ്വതന്ത്രമാകട്ടെ എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ. അയാൾ സ്വതന്ത്രമായിട്ട് നേരെ പോയി ആ പള്ളിയുടെ ഓരത്തുള്ള കുളത്തിലിറങ്ങി ഒന്ന് കുളിച്ചു കയറി വന്ന് മുഹമ്മദ് മുസ്തഫയുടെ മുമ്പിൽ എത്തിയിട്ട് പറഞ്ഞു, ഇല്ല റസൂൽ, ഞാൻ യമാമയിലേക്ക് തിരിച്ചു പോണില്ല. എന്തേ പോകാത്തത്? ആ സമയത്ത് യമാമയുടെ ഭരണാധികാരി പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഈ ഒരു നിമിഷത്തിന്റെ തൊട്ടു മുമ്പെങ്ങാൻ ലോകത്ത് നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മുഖമേതെന്ന ചോദ്യത്തിന് ഞാൻ അങ്ങയെ കാണിച്ചിട്ട് പറയുമായിരുന്നു അങ്ങയുടെ മുഖമാണെന്ന്. പക്ഷേ ഈ സമയത്ത് നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പൂവദനമേതെന്ന ചോദ്യത്തിന് സംശയമില്ല റസൂൽ, അങ്ങയുടെ സുന്ദരമായ മന്ദസ്മിതമുള്ള മുഖം എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു നബിയെ. അതുകൊണ്ട് പോകാൻ മറ്റൊരു സാന്നിധ്യമില്ല നബിയെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. അത് കാണിച്ചു തന്നവരാണ് ഓരോ വലിയും. അവര് നമ്മുടെ അഭയാണ്, അവര് നമ്മുടെ ആലംബാണ്. അങ്ങനെ മഹാനായ സിറാജുദ്ദീൻ സഈദ് സിറാജുദ്ദീൻ അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനുഭാവന്റെ പ്രിയപ്പെട്ട അവിടുത്തെ വത്സലനായിരുന്ന മുരീദ് മഹാനായ ശൈഖുന ശംസുൽ ഉലമയും നമ്മുടെ മനോമുഖരത്തിൽ സ്മരിക്കപ്പെടുന്നതോടൊപ്പം
അവരുടെ ജീവിതത്തിന്റെ വഴിയിൽ ഒരുമിച്ച് തീർക്കാൻ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് കൃത്യം ഒരൊറ്റ മണിക്കൂറാണ് ഞാൻ പ്രസംഗിച്ചത്. കാരണം ഞാൻ നോക്കി തന്നെയാണ്, മറ്റൊന്നും കൊണ്ടല്ല. സമയം വളരെ വൈകി, നിങ്ങളും ഏറെ സമയം വൈകിയതിന്റെ പോറിലായിരിക്കും. മറ്റൊന്ന്, എനിക്കിവിടെ നിന്ന് പോയി ഇനി പള്ളിയിൽ ചെന്ന് ഡ്രസ്സ് മാറി അടുത്ത ട്രെയിനിലേക്ക് കയറാനുള്ളതാണ്. അതുകൊണ്ട് സദയം പൊറുക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഇരിപ്പ് സ്വർഗത്തിൽ ഇരിക്കാനുള്ള ഒരു തൗഫീഖാക്കി അള്ളാഹു തരുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അള്ളാഹു നമ്മുടെ എല്ലാ ജീവിതവും റാഹത്താക്കട്ടെ. യാത്രകൾ, ജീവിതങ്ങൾ, സൗഭാഗ്യങ്ങൾ എല്ലാം നമുക്ക് അള്ളാഹു തരുമാറാകട്ടെ. ആഫിയത്തും ആരോഗ്യവും അവസാനം ആഖിബത്തിന്റെ ഏറ്റവും വലിയ നന്മയും നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഹജ്ജും ഉംറയും എല്ലാം ചെയ്യുന്ന എൻ്റെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ട ഉസ്താദുമാർ എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മബ്റൂറും മഖബൂലുമായ ഹജ്ജിനും ഉംറക്കും മർളിയത്തായിട്ടുള്ള സിയാറത്തിനും ഒക്കെ തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. ആഫിയത്തോടെ തിരിച്ചു വരാൻ തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേകിച്ച് ഞാൻ ഈ സദസ്സിനെയും ഇവിടെ കൂടിയ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഏലക്കാട് സത്യത്തിൽ ഇവിടെ വന്നു എന്നതൊരു വലിയ അവസരമാണ്. ഷെയ്ഖുന ഷംസുലമയെ കുറിച്ചും അതുപോലെ തന്നെ സിറാജുദ്ദീൻ തങ്ങളെ കുറിച്ചൊക്കെ പറയാൻ എന്താണെന്നറിയില്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന പോലെ എനിക്ക് കിട്ടിയൊരു അവസരം അള്ളാഹുവിൻ്റെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. ഞാൻ സത്യത്തിൽ ഒരു ബാലനാണ് എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളൊന്നും യാതൊരു അറിവില്ലാത്ത ഒരാളാണ്. പക്ഷെ എന്നാലും കിട്ടാവുന്നത് വച്ച് ഞാൻ പറയുമ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ബഹുമാന്യനായ സമദ് ബാഖവി ഉൾപ്പെടെയുള്ളവർ അങ്ങനെ തെരഞ്ഞെടുത്തത് എന്തിൻ്റെ പേരിലാണ് എന്ന് ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടാൻ. എങ്കിലും അയലക്കാട് വരാൻ, സിയാറത്തിന് നിങ്ങളൊക്കെ കാണാൻ കിട്ടിയ ഒരു സൗഭാഗ്യം. ബഹുമാന്യായ ഈ KVയെ കുറിച്ച് ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്. അയലക്കാട് KV എന്ന് കേൾക്കാറുണ്ടെങ്കിലും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ആതിഥേയത്വം സ്വീകരിക്കാനൊക്കെ കിട്ടിയ ഒരു സൗഭാഗ്യം, ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞത്, ഇവിടെ ഇരുന്ന് നിങ്ങളൊക്കെ സംബോധന ചെയ്യാൻ കഴിഞ്ഞത് റബ്ബിന്റെ സൗഭാഗ്യമായ അവസരമായി കാണുന്നു. ഇതൊക്കെ എവിടെയെങ്കിലും മഹാന്മാരായ ഔലിയാക്കളുടെ ബന്ധത്തിന്റെ ഒരു ചെറിയ ഒരു കണക്ഷനായി കിട്ടിയാൽ അതും മതി നമുക്ക് ജയിക്കാൻ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.